കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. UDF കൺവീനർ അടൂർ പ്രകാശ് കോന്നിയിലും മത്സരിക്കും. സുധാകരൻ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് പാർട്ടി വഴങ്ങിയത്. VD സതീശന്റെ എതിർപ്പ് അവഗണിച്ചാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. എൽദോസ് കുന്നപ്പള്ളിക്ക് ഇക്കുറി സീറ്റില്ല. നേമത്ത് മത്സരിക്കാൻ വിസമ്മതിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. S നന്ദഗോപനും രഞ്ജിത്ത് അമ്പാടിയും ചേരുന്നു വിവരങ്ങളുമായി. ആദ്യം S നന്ദഗോപനിലേക്ക്. നന്ദൻ, കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. ഒടുവിൽ സുധാകരന്റെ പിടിവാശിക്ക് മുന്നിൽ അയയുന്ന ഹൈക്കമാൻഡിനെയാണോ കാണാൻ കഴിഞ്ഞത്? രോഹിണി, തീർച്ചയായും അതായത് സുധാകരന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കി എന്ന് വേണം വിലയിരുത്തുവാൻ. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അത് സുധാകരനോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതേസമയം അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഏതാണ്ട് മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ്. മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ചോദ്യം. അന്നേരം അദ്ദേഹത്തിൻ്റെ മറുപടി ഏതാണ്ട് മുഴുവൻ സീറ്റുകളിലും പ്രഖ്യാപിക്കുമെന്നാണ്. അതിനർത്ഥം ചില സീറ്റുകൾ ഒഴിച്ചിടുമെന്നുള്ളതാണ്. അത് കണ്ണൂരും കോന്നിയും ഒഴിച്ചിടുമോ, അല്ലെങ്കിൽ സുധാകരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കണ്ണൂരിലും കോന്നിയിലും സുധാകരനെ കണ്ണൂരും കോന്നിയിൽ അടൂർ പ്രകാശിനെയും നിയോഗിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വൈകുന്നേരം 5 മണിക്ക് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. നിലവിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ വീട്ടിലേക്ക് പോയേക്കുകയാണ്. അവിടെ വെച്ച് ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ നേതാക്കൾ ചേർന്ന് ഈ കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനത്തേക്ക് എത്തുക. അവിടെ ഈ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന ശേഷം അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്നലെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ട പോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഈ പട്ടിക തയ്യാറാക്കി പുറത്തുവിടുകയായിരിക്കും. അതിൽ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും പേരുണ്ടോ, അതേപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതോ ഈ 2 മണ്ഡലങ്ങളിലും ഒഴിച്ചിടുമോ എന്നുള്ളതാണ്. ഏതായാലും സുധാകരൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങി എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അല്ലാത്ത പക്ഷം കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളത് കോൺഗ്രസിന് ബോധ്യമായിട്ടുണ്ട്. അത് കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം സമാനമായ രീതിയിൽ കോൺഗ്രസിന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നു. കോൺഗ്രസ് കണ്ണൂരിന് മാത്രമല്ല സുധാകരൻ അണികളുള്ളത്, മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകർ അണികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ സീറ്റ് നിഷേധിക്കുന്നത് മറ്റൊരു സന്ദേശം നൽകും. ഭരണം കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അധികാരം കാത്തിരിക്കുന്ന കോൺഗ്രസിന് അത് പലയിടങ്ങളിലും തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളതാണ് പ്രധാനമായും AICC നേതൃത്വത്തിൻ്റെ വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശിവഗിരി മഠം അടൂർ പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഈഴവ പ്രാതിനിധ്യം കുറവായിരിക്കും. മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈഴവ മന്ത്രിമാർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന് കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് കോന്നിയിൽ മത്സരിപ്പിക്കുവാൻ അവസരം നൽകണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ശിവഗിരി മഠവും അതേപോലെ തന്നെ ചില സംസ്ഥാനത്തെ തന്നെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ചില സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ഈ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലവും, ഒപ്പം തന്നെ സുധാകരന് മാത്രമായി സീറ്റ് നൽകി, അല്ലെങ്കിൽ സുധാകരന് മാത്രമായി ദേശീയ നേതൃത്വം വഴങ്ങി എന്നുള്ള സന്ദേശം നൽകാതിരിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ അടൂർ പ്രകാശിന് കൂടി സീറ്റ് നൽകുമെന്നുള്ളതാണ്. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോൾ കേരള ഹൗസിന് പുറത്തേക്ക് പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം പോകുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനത്തേക്ക്. അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ലൈംഗിക ആരോപണം നേരിടുന്നതിനാൽ തന്നെ സീറ്റ് നിഷേധിക്കുമെന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് 24 മണിക്കൂറിനകം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ അത് സാധ്യമാകാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ശരി നന്ദൻ. രഞ്ജിത്ത് അമ്പാടി കൂടി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, നമുക്കറിയാം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിരോധത്തിലാകുന്ന മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. എന്തായാലും കെ സുധാകരന്റെ കടുത്ത പിടിവാശിക്ക് മുന്നിൽ അയയുന്ന ദേശീയ നേതൃത്വത്തെയാണ് കാണാൻ സാധിച്ചത്. കെ സുധാകരന് മുന്നിൽ വഴങ്ങിയപ്പോൾ തന്നെ അടൂർ പ്രകാശിനും അത് ഗുണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ആണെങ്കിൽ ഇനി MK രാഘവൻ MP അവരിലേക്കൊക്കെ കാര്യങ്ങൾ ഏത് രീതിയിൽ നീങ്ങുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരേണ്ടിയിരിക്കുന്നു. നിലവിലിപ്പോൾ ദേശീയ നേതൃത്വം ഒരു സമവായത്തിൽ എത്തിക്കാനുള്ള പെടാപ്പാടിലാണോ കെ സുധാകരന് മേൽ വഴങ്ങിയത്? തീർച്ചയായും രോഹിണി, കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത്തവണ അധികാരത്തിലെത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു വീഴ്ച സംഭവിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അടിമുടി പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രതിസന്ധിയെ വർദ്ധിപ്പിച്ചതാണ് കെ സുധാകരൻ്റെ നിലപാട്. കെ സുധാകരന് മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നു. പല നേതാക്കന്മാരും സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഹൈക്കമാൻഡ് തന്നെ അദ്ദേഹത്തെ അനുനയ ശ്രമത്തിന് വിളിച്ചു. എന്നിട്ടും
എന്നിട്ടും കെ സുരേന്ദ്രൻ ഒരേ നിലപാട് തുടർന്നു. താൻ കണ്ണൂരിൽ മത്സരിക്കും. ഇങ്ങനെ ഒരു നേതാവ് ഇത്രത്തോളം ആർജവത്തോടെ നിൽക്കുമ്പോൾ, അതും കെ സുധാകരനെ പോലെ ഒരാൾ, മറ്റേതെങ്കിലും ഒരു നേതാവാണ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ ഹൈക്കമാൻഡ് പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ നേതാവ് പാർട്ടിക്ക് പുറത്തു പോയേനെ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേനെ, അതൊക്കെ സംഭവിക്കാം. പക്ഷേ കെ സുധാകരനെ പോലെ ഒരാൾ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിന് ചെവി കൊടുക്കാതിരിക്കാൻ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കണ്ണൂരിലും കാസർഗോഡും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും കെ സുധാകരൻ്റെ നിലപാട് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് വിട്ടുനിന്നാൽ അത് ഏറ്റവും ചുരുങ്ങിയത് കണ്ണൂരിലെ 3 മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് കൃത്യമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകാം എന്നൊരു തീരുമാനം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ സുധാകരന് മുന്നിൽ പാർട്ടി വഴങ്ങി എന്നൊരു ധാരണ പരക്കും, അത് മറ്റ് പാർട്ടികൾ പരത്തും. ഈ ഒരു ഭയം കൊണ്ടാണ് എങ്കിൽ നേരത്തെ ചില സമുദായ സംഘടനകളുടെ പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന കാര്യം മുന്നോട്ട് വെച്ച അടൂർ പ്രകാശിന് കൂടി ഈ ഒരു ഇളവ് നൽകാം. അപ്പോൾ സുധാകരൻ മാത്രമല്ല, അല്ലെങ്കിൽ സുധാകരൻ്റെ നിലപാടിന് മുന്നിൽ പാർട്ടി വഴങ്ങുകയായിരുന്നില്ല, ഒരു നീക്കുപോക്കുണ്ടാക്കുകയായിരുന്നു എന്നുള്ളൊരു ധാരണ പരത്താം. അങ്ങനെ സുധാകരനെയും അതുപോലെ അടൂർ പ്രകാശിനെയും മത്സരിപ്പിക്കാനുള്ള ഏകദേശ ധാരണയായി അത് മിക്കവാറും ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ മറ്റ് എംപിമാർ എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും? പലരും നേരത്തെ തന്നെ 1 ഡസനോളം എംപിമാർ നേരത്തെ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവരാണ്. പലർക്കും അധികാരം കിട്ടിയാൽ മന്ത്രിയാകണമെന്ന മോഹവുമുണ്ട്. അവരൊക്കെ തന്നെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? വീണ്ടും മത്സര രംഗത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുമോ, അല്ലെങ്കിൽ അവരുടെ തന്നെ നോമിനികളെ മത്സരിപ്പിക്കണമെന്ന പുതിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് പലയിടങ്ങളിലും. ഇപ്പോഴിതാ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതന്മാർ രംഗത്ത് വന്നിരിക്കുന്നു. അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന് ആലപ്പുഴയിലെ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നു. പലയിടങ്ങളിലും, അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിക്കാൻ ആളില്ലാത്ത അവസ്ഥ. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഒന്നിലധികം പേർ, അല്ലെങ്കിൽ 2ഉം 3ഉം പേരുടെ പേരുകളൊക്കെ ഇപ്പോഴും സജീവമായി ചർച്ച നടത്തുന്നു. കഴിഞ്ഞ ദിവസം 56ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ആ മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥികൾക്കെതിരെ ഇതിനകം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ.